ഏതെങ്കിലും ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടവരുണ്ടാവും. അതോടുകൂടി ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിരുന്ന പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെട്ടു പോയവരുണ്ടാവും. ഇതായി ശുശ്രൂഷ സമയത്ത് നീ പ്രാർത്ഥിക്കുക, നഷ്ടപ്പെട്ട ആത്മീയ ചൈതന്യം എനിക്ക് വേണം. ജീവിതത്തിൽ ദേവാലയത്തോടും ദൈവകാര്യങ്ങളോടും കുടുംബ പ്രാർത്ഥനയോടുമൊക്കെ അങ്ങേയറ്റം സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ വളർന്നപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞപ്പോൾ നമുക്കുണ്ടായിരുന്ന ആത്മീയതയെ സൗകര്യപൂർവ്വം നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചു. ഇതിലൊന്നുമല്ല കാര്യം, മറിച്ച് പണത്തിലാണ് കാര്യം, ബന്ധങ്ങളിലാണ് കാര്യം, ജോലിയിലാണ് കാര്യം, ഈ ലോക കാര്യങ്ങളിലാണ് കാര്യമെന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു. നമ്മുടെ ഉള്ളിൽ വളരെ വലിയൊരു ശൂന്യതയുണ്ട്. നീ ചിന്തിച്ചു നോക്കുക, എന്താണ് നിന്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? നിന്റെ ഉള്ളിൽ തമ്പുരാൻ കർത്താവ് നൽകിയ ആ വലിയ സ്നേഹ അനുഭവം നഷ്ടപ്പെടുത്തി മറ്റേതെങ്കിലും കാര്യത്തിൽ ചെന്ന് കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയുണ്ടോ? നീ ഓർക്കണം, ഇന്നല്ലെങ്കിൽ നാളെ അത് നിനക്ക് ചതിയായിട്ട് മാറും, അത് നിനക്ക് ഭാരമായിട്ട് മാറും. ഈ ശുശ്രൂഷ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഈശോയെ, നഷ്ടപ്പെട്ടു പോയ ആത്മീയ ചൈതന്യം എനിക്ക് വേണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ വലിയ കൃപകൾ ചേർന്ന് അനുഭവിക്കാൻ തക്കവണ്ണം എന്നെ ചേർത്ത് നിർത്തണം. ഓ ദൈവമേ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്ന ഓരോരുത്തരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒന്ന് കുനിഞ്ഞ് ശിരസാ തറയിലൊന്ന് മുട്ടിച്ച്, ഇതൊരനുഗ്രഹത്തിൻ്റെ മണ്ണാണ്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ ഒന്ന് കുനിഞ്ഞ് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും, കർത്താവേ, ഇതാ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ചേർന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തെ പൂർണ്ണ മനസ്സ് ഒരിക്കൽ കൂടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധന മധ്യേ നമ്മൾ ജീവിതത്തെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ ശക്തി നമുക്ക് വീണ്ടും വേണം. ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്ത രീതികളിൽ പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി അവസരങ്ങൾ നൽകുന്നുണ്ട്. ഈ ലോകത്തിൽ ഇഷ്ടംപോലെ ധ്യാന മന്ദിരങ്ങൾ. എന്തിനു വേണ്ടിയെന്നറിയോ? വ്യത്യസ്തമായ രീതികളിൽ പ്രാർത്ഥിക്കാൻ. ധ്യാന ശുശ്രൂഷ മേഖലകൾ, ധ്യാന ഗുരുക്കന്മാർ, ശുശ്രൂഷ മേഖലകൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ദേവാലയങ്ങളിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലികൾ. എന്തിനു വേണ്ടിയെന്നറിയോ? നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ മുമ്പിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താൻ അനേക വഴികൾ വെച്ച് നീട്ടുമ്പോൾ അവയ്ക്ക് മുമ്പിൽ പുറന്തെറിഞ്ഞു നിൽക്കരുത്. അവയെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോളൂ. കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിയ അനേക ധ്യാന മന്ദിരങ്ങളുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ധ്യാന മന്ദിരങ്ങളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ധ്യാന ഗുരുക്കന്മാരുണ്ട്, ആത്മായ ശുശ്രൂഷകരുണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകം പേര് പല പല പ്രാർത്ഥനാ കൂട്ടായ്മകൾ അംഗങ്ങളായിരിക്കും, പല പ്രാർത്ഥനാ ശൈലികളുള്ളവരുണ്ടായിരിക്കും. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ട് കരങ്ങളും നീട്ടി അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ചോളൂ. നീ ഏത് പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, നീ ഏത് ധ്യാന മന്ദിരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിന്റെ പ്രാർത്ഥനാ ശൈലി ഏത് തരത്തിലുള്ളതാണെങ്കിലും, നിന്റെ ഇടവക കമ്മ്യൂണിറ്റി ഏതാണെങ്കിലും, നിന്റെ കുടുംബ കൂട്ടായ്മ ഏത് തന്നെയാണെങ്കിലും, രണ്ട് കരങ്ങളും അൾത്താരയോട് നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവേ, ഞങ്ങളുടെ ആത്മീയ മേഖലകൾ വെളിപ്പെടണം, ഞങ്ങളുടെ ആത്മീയ മേഖലയിൽ ശക്തി വേണം, ഞങ്ങളുടെ ആത്മീയ മേഖലയെ തടയുന്ന എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും യേശുവേ, യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ തിരി രക്തത്താല്, തിരി കുരിശിനാല് ഞങ്ങളിതാ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒരു കാരണവശാലും ഒരു തിന്മയും തടയരുത്. ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തണം. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളിലേക്ക് പ്രവർത്തിക്കട്ടെ. വിശ്വസിക്കട്ടെ, വിശ്വസിക്കട്ടെ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പോരാ, ശക്തിയോടെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. വ്യത്യസ്ത പ്രാർത്ഥനാ കൂട്ടായ്മകൾ,
വ്യത്യസ്ത ധ്യാന ശുശ്രൂഷകൾ, വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ, വ്യത്യസ്ത ഇടവക കൂട്ടായ്മകൾ, കുടുംബ കൂട്ടായ്മകൾ, എന്തുമാവട്ടെ, ഇപ്പോൾ ഈ ആരാധന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ആത്മീയമായി വളരുന്നതിനുള്ള അഭിഷേകം വേണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. എന്നിൽ കവിയട്ടെ, ആമേൻ. ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ, ആമേൻ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, ആമേൻ. എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, കവിയട്ടെ, ആമേൻ. ഒഴുകട്ടെ, ഒഴുകട്ടെ ഒരു അഭിഷേകം. അഭിഷേകം. ഈ കാലഘട്ടത്തിൽ അഭിഷേകം നിറഞ്ഞിടാൻ, ആമേൻ. അധികമാമളവിൽ അഭിഷേകം പകരണമേ, പകരണമേ. കാലഘട്ടത്തിൽ അഭിഷേകം നിറഞ്ഞിടാൻ, നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ, പകരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പഠിക്കേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, ആമേൻ. എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ആത്മീയ മേഖലയിൽ ഒരു വളർച്ച എല്ലാ ദൈവമക്കളിലെ മേൽ സംഭവിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഒരു അഭിഷേകം ഇപ്പോൾ സംഭവിക്കുന്നു. കൈയടിച്ചേ. ആമേൻ. യെസ്. കൈയടിച്ച് പ്രാർത്ഥിച്ചേ. കൈയടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഓരോ ഇടവക കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രയർ ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാന മന്ദിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ വളർത്തുന്ന അനേക എൽഡേഴ്സ്, മുതിർന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൂട്ടായ്മയിൽ ക്ഷീണിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടായ്മ വിട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, ഞങ്ങളുടെ ആത്മീയ ജീവിതം ബലപ്പെടട്ടെ. വിശ്വസിക്കുന്നു. കൈയടിച്ചോളൂ. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാൻ, ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാൻ, ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ, ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച് ശക്തി വിളച്ചു നയിക്കണമേ, ആത്മാവേ വരദാനത്തിൽ ശക്തി വിളച്ചു നയിക്കണമേ. ആവിയിലെ പോൽ ഇന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ, ആവിയിലെ പോൽ ഇന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ, ആമേൻ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ നാവ് തുറന്ന് ഹൃദയം തുറന്ന് വിളിക്കട്ടെ. കർത്താവേ, ഈ കാലഘട്ടത്തിന് അഭിഷേകം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണം. ദൈവിക ശക്തി ഞങ്ങളിലേക്ക് ചൊരിയപ്പെടണം. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി ഓരോ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ, 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 റുഹായ്, 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 റുഹായ്. യേശുവേ, യേശുവേ, ലംബാ, 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 ലംബാ. യേശുവേ, 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 ആരാധന, ആരാധന, യേശുവേ, യേശുവേ, യേശുവേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ നിന്നിൽ നിറയുന്ന അനുഭവം ഓരോ വ്യക്തിയും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. യെസ്, ദിസ് ഈസ് ദ ടൈം ഓഫ് മൈ അനോയിന്റിങ്. എൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ സമയമാണ്. എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന സമയമാണ്. നിനക്ക് എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും,
പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, നീ എത്രമേൽ ഉയർന്നിട്ടുണ്ടെന്ന് നീ ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കണം. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മീയ ജീവിതത്തെ വളർത്തുന്ന ഒരു സ്പെഷ്യൽ അനോയിന്റിങ് എൻ്റെ കർത്താവ് എനിക്ക് സമ്മാനിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ അനോയിന്റിങ്, ഒരു പ്രത്യേക അഭിഷേകം എന്നിലേക്ക് കർത്താവ് ചൊരിയുന്നു. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. യെസ്, ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ കൂട്ടായ്മയിൽ, ഞാൻ പോകുന്നിടങ്ങളിൽ, ഞാൻ സംസാരിക്കുന്നിടങ്ങളിൽ, ഞാൻ പ്രവർത്തിക്കുന്നിടങ്ങളിൽ അത് സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവ്, ഞാൻ ഏറ്റെടുക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. യെസ്, ഇതെന്റെ മേൽ സംഭവിക്കുന്ന സമയമാണ്. എന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഈ ദേശത്ത് സംഭവിക്കപ്പെടാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നിന്നിലൂടെ നീ എത്ര തളർന്ന വ്യക്തിയാണെങ്കിലും, ശാരീരികമായി എത്രത്തോളം ക്ഷീണിച്ച വ്യക്തിയാണെങ്കിലും, നീ കിടപ്പ് രോഗിയാണെങ്കിലും, നിന്റെ ആ കിടപ്പ് രോഗത്തിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിന് ചെയ്യും. നിന്റെ സഹനത്തിലൂടെ കർത്താവ് ചെയ്യും. വിശ്വസിച്ചോളൂ. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് അനേകരിൽ അത്ഭുതകരമായി ഇടപെടുന്നുണ്ട്. ഡെന്നീസ് എന്ന പേര് കർത്താവ് വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയെ പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അഡ്മിഷനോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന മകളെ വിഷമിക്കേണ്ട, കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. മൂക്കിൽ ദശ വളരുന്ന രോഗപീഠ അസ്വസ്ഥമാണ്. വളരെ ഭാരപ്പെട്ട് ഒരു സഹോദരൻ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവിന്റെ കാരുണ്യം ഒഴുകുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുന്നു. വിശ്വസിക്കണം. യെസ്, ഒരു വിവാഹ ആലോചന കർത്താവ് പറയുന്നു, പ്രാർത്ഥിച്ചിട്ട് വേണം നീ തീരുമാനിക്കാൻ. നിനക്ക് തോന്നുന്നത് പോലെയല്ലെന്ന്. നീ അപമാനം വിളിച്ചു വരുത്തരുത്, മറിച്ച് പ്രാർത്ഥിച്ചു വേണം തീരുമാനമെടുക്കാൻ. ദൈവമേ, എൻ്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ മേൽ ഒഴുകട്ടെ. ഉദര സംബന്ധമായ അസ്വസ്ഥത കർത്താവ് മാറ്റി അനുഗ്രഹിക്കുന്നു. 3-4 ദിവസമായി തലയ്ക്ക് വലിയ ഭാരം അങ്ങനെ അനുഭവിക്കുന്ന 1-2 പേരല്ല, അനേകരെ ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. അവരിലേക്കും കർത്താവിന്റെ അനുഗ്രഹം ചൊരിയപ്പെടുന്നു. തലയ്ക്ക് വലിയ ഭാരം, ശിരസ് സംബന്ധമായ ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ മേൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. വിശ്വസിക്കൂ, നിന്റെ മേൽ കർത്താവ് ഇടപെടുന്നു. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഓ ദൈവമേ, വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുക, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് ഒരു പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓ തിരൂപനേ